അസമിലെ മിയ മുസ്ലിങ്ങൾക്കെതിരെ ആഞ്ഞടിക്കുകയാണ് മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ. നിരന്തരം മുസ്ലിം വിരുദ്ധ പ്രസ്താവനകൾ നടത്തുന്ന ഒരാളാണ് അസമിൻ്റെ മുഖ്യമന്ത്രി. പ്രസ്താവനകൾ മാത്രമല്ല, പ്രവൃത്തികളിലും അദ്ദേഹം അടിമുടി ഇസ്ലാം വിരുദ്ധനാണ്. ഇപ്പോൾ അദ്ദേഹം പറയുന്നത് മിയ മുസ്ലിങ്ങളെ ഉപദ്രവിക്കലാണ് തൻ്റെ പ്രധാന കർത്തവ്യം എന്നാണ്. അതുകൊണ്ട് തന്നെ തൻ്റെ നേതൃത്വത്തിലുള്ള BJP സർക്കാർ അവരെ ബുദ്ധിമുട്ടിക്കുന്നത് തുടരുമെന്നും ഹിമന്ത പറയുന്നു. മിയ മുസ്ലിങ്ങൾ ഇന്ത്യക്കാരല്ലെന്നും അവർക്ക് ഇന്ത്യയിൽ വോട്ടില്ലെന്നും വേണമെങ്കിൽ അവർക്ക് ബംഗ്ലാദേശിൽ പോയി വോട്ട് ചെയ്യണമെന്നും കൂടെ മുഖ്യമന്ത്രി പറഞ്ഞു. നിയമങ്ങൾ അനുസരിച്ച് മിയകൾ ഇവിടെ വോട്ട് ചെയ്യാൻ പാടില്ലെന്നും അവരുടെ പേരുകൾ വെട്ടിമാറ്റാൻ നടപടികൾ സ്വീകരിച്ചു എന്നും ഹിമന്ത ബിശ്വ ശർമ്മ അറിയിച്ചു. സംസ്ഥാനത്ത് വോട്ടർ പട്ടിക പ്രത്യേക തീവ്ര പരിഷ്കരണം എന്ന SIR നടപ്പിലാക്കുമ്പോൾ 4 മുതൽ 5 ലക്ഷം വരെ മിയ വോട്ടർമാർ വെട്ടിമാറ്റുമെന്നും ഹിമന്ത മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അവരെ ബുദ്ധിമുട്ടിക്കാൻ കഴിയുന്നത് ഏത് വിധത്തിലും അത് ചെയ്യണമെന്നും കൂടി ഹിമന്ത ബിശ്വ ശർമ്മ ആഹ്വാനം ചെയ്യുന്നു. മറ്റൊരു വിചിത്രമായ കാര്യം കൂടി അദ്ദേഹം പറയുന്നുണ്ട്. മിയ മുസ്ലിങ്ങൾ ഓടിക്കുന്ന ഓട്ടോറിക്ഷയിൽ നിങ്ങൾ കയറി എന്ന് വെക്കുക. അവർ നിങ്ങളോട് 5 രൂപയാണ് ചാർജായിട്ട് ചോദിക്കുന്നതെങ്കിൽ ഉറപ്പായും നിങ്ങൾ 4 രൂപ മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. അങ്ങനെ വന്നാൽ പരമാവധി അവർക്ക് എന്താണ് ചെയ്യാൻ കഴിയുന്നത്? അവർ പോയി കേസ് കൊടുക്കും. അത് നമ്മുടെ അസം പോലീസ് കൈകാര്യം ചെയ്തോളൂ. നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. എന്തായാലും BJPയും ഞാനും മിയ മുസ്ലിങ്ങളെ ഉപദ്രവിക്കാൻ തന്നെയാണ് രംഗത്തുള്ളത്. കോൺഗ്രസ് എന്നെ എത്ര വേണമെങ്കിലും അധിക്ഷേപിച്ചോട്ടെ, അപമാനിച്ചോട്ടെ. എൻ്റെ ജോലി മിയ സമുദായത്തെ കഷ്ടപ്പെടുത്തുക എന്നതാണ്. ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നാൽ മാത്രമേ അവർ അസം വിട്ടു പോവുകയുള്ളൂ. ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല. ഹിമന്ത ബിശ്വ ശർമ്മയും BJPയും മിയകൾക്കെതിരെ നേരിട്ട് രംഗത്തുണ്ട്. അവർക്കെതിരെ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കാൻ ഇപ്പോൾ ഞാൻ തന്നെ ആളുകളെ പ്രോത്സാഹിപ്പിക്കുകയാണ്. നിങ്ങൾ അവരെ ബുദ്ധിമുട്ടിക്കുന്നില്ല എങ്കിൽ നിങ്ങളുടെ സ്വന്തം വീട്ടിൽ അവർ ലവ് ജിഹാദ് ഉണ്ടാക്കും. അതിനാൽ നിങ്ങളും അവർക്ക് കുഴപ്പങ്ങൾ ഉണ്ടാക്കണം എന്നാണ് ഹിമന്ത പറയുന്നത്. ഹിമന്ത ബിശ്വ ശർമ്മയുടെ മിയ മുസ്ലിം വിരുദ്ധ പരാമർശങ്ങൾക്കെതിരെ പ്രതിപക്ഷ നേതാക്കളും രംഗത്ത് വന്നു. അസമിൽ ഭരണഘടനയെ മുഖ്യമന്ത്രി പൂർണ്ണമായും നിഷ്ഫലമാക്കിയെന്ന് കോൺഗ്രസ് നേതാവായ അമൻ ബദൂത്ത് പറയുന്നു. മിയ ജനതയെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയല്ല ജനങ്ങൾ ഹിമന്തയെ മുഖ്യമന്ത്രി ആക്കിയതെന്ന് MLA ആയ അഖിൽ ഗൊഗോയും പറഞ്ഞു. നേരത്തെയും ഈ മിയ മുസ്ലിങ്ങൾക്കെതിരെ ഹിമന്ത ബിശ്വ ശർമ്മ രംഗത്ത് വന്നിരുന്നു. അസമിൽ മുസ്ലിം കുടിയേറ്റക്കാരെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ആക്ഷേപകരമായ ഒരു പദമാണ് മിയ എന്നത്. ബംഗാളി വംശജരായ മുസ്ലിങ്ങളെ ലക്ഷ്യം വെച്ചാണ് പ്രധാനമായും ഈ വാക്ക് ഉപയോഗിക്കുന്നത്. ഇവർ ബംഗ്ലാദേശിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റക്കാരാണെന്നാണ് ആരോപണം. ദുലിയാജനിൽ സർക്കാർ വക ഒരു പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു ഹിമന്ത ബിശ്വ ശർമ്മ. എത്ര വിമർശനങ്ങൾ നേരിടേണ്ടി വന്നാലും മിയ മുസ്ലിങ്ങളെ ഞാൻ ഒഴിപ്പിക്കുക തന്നെ ചെയ്യുമെന്നും അദ്ദേഹം പറയുന്നു. അവരെ അനുകൂലിച്ചാൽ അവർ വന്ന് അപ്പർ ആസാമും ആക്രമിക്കും. വോട്ടർ പട്ടികയിലെ SIRനായി ഒരു അസമീസ് ജനതയും കഷ്ടപ്പെടുന്നില്ല. ചില മിയ ജനത കഷ്ടപ്പെടുന്നു. നമ്മൾ അതിൽ അതിരുകടന്ന് ഇടപെടേണ്ട കാര്യമില്ല. കോൺഗ്രസ് ഇപ്പോൾ ഒരു മിയ മുസ്ലിം പാർട്ടിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. മിയ ജനത കഷ്ടപ്പെടുന്നുണ്ടെന്ന് നാം ഉറപ്പുവരുത്തണം. അപ്പോൾ മാത്രമേ അസമീസ് ജനത ഇപ്പോൾ ഉണർന്നിരിക്കുന്നു എന്ന് അവർക്ക് മനസ്സിലാകുകയുള്ളൂ. ഈ സ്ഥലം തങ്ങളുടേതല്ലെന്ന് അവരെ ബോധ്യപ്പെടുത്താൻ എല്ലാവരും കഴിയും വിധം അവരെ ബുദ്ധിമുട്ടിക്കണം. അവർ കഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രമേ അവർ അസം സംസ്ഥാനം വിട്ടുപോകൂ. ഹിമന്ത ബിശ്വ ശർമ്മയും BJPയും എപ്പോഴും മിയക്കെതിരാണ്, ബംഗ്ലാദേശികൾക്കെതിരാണ്. അതിൽ മറക്കാനോ മടിക്കാനോ ഒന്നുമില്ല എന്നും അദ്ദേഹം പറയുന്നു. BJPയിലെ പല നേതാക്കളും മുസ്ലിം വിദ്വേഷം പ്രകടിപ്പിക്കാറുണ്ട്. എന്നാൽ അക്കൂട്ടത്തിൽ കൊമ്പൻ ആരാണെന്ന് ചോദിച്ചാൽ അത് ഹിമന്ത ബിശ്വ ശർമ്മ തന്നെയാണ്. ഊണിലും ഉറക്കത്തിലും അദ്ദേഹത്തിന് ഒരൊറ്റ ചിന്ത മാത്രമാണുള്ളത്: മുസ്ലിം ഉന്മൂലനം. അത് തുറന്നു പറയാൻ അദ്ദേഹത്തിന് മടിയില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യവും.